എൻ്റെ പേര് വിനായക്. ഞാൻ എൻ്റെ യൂട്യൂബിലത്തെ ഫസ്റ്റ് വീഡിയോ ആണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്കേറ്റ് ചെയ്താണ് കേരളത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ശ്രീനഗറിലാണ്. ഇന്നത്തെ അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എവിടേക്കാണ് നമ്മൾ പോകണം? സോനാമർഗിക്കാണ് അപ്പോൾ ഇന്ന് പോണത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ വീഡിയോസിലാണ്. ഞാൻ അവിടുത്തെ പോണ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം എല്ലാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആ സോൻമാർഗിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ബയ്യാണ് ജോൺ മുഹമ്മദ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇവിടുത്തെ വഴികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അടിപൊളി വഴിയാണ്. കാശ്മീരിലത്തെ പള്ളിയാണ്. ഞാനിപ്പോൾ പോണ മലയുടെ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ മല കയറിയതിനു ശേഷം അടിക്ക് വരും. ബട്ട് ഇവിടുന്ന് കാണാൻ സീൻ വ്യൂ ആണ്. അത് കാണിച്ചു തരാം. അവിടെ കാണാൻ ആ മലയില്ലേ, അത് കയറിയതിനു ശേഷം അതിൻ്റെ അപ്പുറത്ത് അവിടേക്കാണ് നമ്മളിന്ന് പോണത്. സോനമാർഗിലോട്ട് കയറിന് മുന്നായിട്ടുള്ള ടണലാണ് കാണിച്ചു കേട്ടോ. പിന്നെ ഈ ടണൽ 6 കിലോമീറ്റർ നീണ്ടെടുക്കുന്ന ടണലാണ് സോനമാർഗിൽ കയറിന് മുന്നായിട്ട്. ഞങ്ങളിപ്പോൾ ഇവിടേക്ക് കയറി, അവിടെ സോനമാർഗിലോട്ട് കയറി. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചിട്ട് സീൻ ഫുൾ സീൻ. സോനാമർഗ് അൽമര നമ്മൾ ഹോഴ്സിനായിട്ട് താല്പര്യമില്ല. നിങ്ങൾക്ക് നടന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വഴി ഞാൻ കാണിച്ചു തരാം. ഇതിൽ കൂടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പോകാൻ പറ്റൂട്ടാ. നടന്ന് നല്ല വ്യൂ ഒക്കെ ആയിട്ട് നമ്മളെ കൊണ്ടുപോയി നിർത്താം അവിടെ ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ലെഫ്റ്റ് ഇറങ്ങി നടന്നു വരാം. ഇങ്ങനെ ഒരു ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി പോവാം. ഓക്കെ, അപ്പോൾ വരുന്നൊരു ഈ വഴി കയറാൻ നടന്ന് കയറണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അപ്പുറത്തെ വഴി ഭയങ്കര എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങൾ ഇപ്പോൾ ഈ വഴിയാണ് കയറിയത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഈ ഷൂസ് എൻ്റെ കുഴപ്പമില്ലാണ്ട് കയറാൻ പറ്റും. അല്ല ഈ ഷൂസ് സെലക്ട് ചെയ്യണവർക്ക് ഈ ഷൂസ് തന്നെ സെലക്ട് ചെയ്യട്ടാ. ഇത് 150 രൂപ കേട്ടോ. 150 രൂപയാണ് ഒരു ആദ്യം പറഞ്ഞാൽ ഞങ്ങൾ 150 സെറ്റ് ചെയ്തു. ബാർഗൈൻ ചെയ്യാൻ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഹോഴ്സ് റൈഡ് എന്നുള്ള നല്ല റേറ്റ് അവർ പറയും. സോ നടന്നു വരുന്നവർക്ക് ഈ വഴി സെലക്ട് ചെയ്യാൻ കാണിച്ചു കൊടുത്താൽ വഴി ഒന്ന്. ഓക്കെ, ഈ വഴി അപ്പോൾ നമുക്ക് ഫൈനലി അപ്പോൾ നമ്മൾ സോനമാർഗിലോട്ട് കയറി. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. എന്താ ഞങ്ങതെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ നടന്ന് അതെ ഇടയ്ക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല തണുപ്പുണ്ട്. കയ്യൊക്കെ നോക്കിയാ കുറച്ചങ്ങോട്ട് ചെറിയൊരു ചൂടായിരുന്നു. ഇപ്പൊ തണുപ്പായതോടെ ശരിക്കും മാറുന്നറിയാം. അപ്പൊ നമ്മ ഇത്രത്തോളം കയറി എത്തി. സീനാണ്.
ചെളി വന്നു, ചെളി കിട്ടി. സൈഡിക്കോ ഇങ്ങോട്ട് പോകും. എങ്ങടാ? ഇങ്ങോട്ട് ഈ സൈഡിക്ക്, അങ്ങോട്ടല്ല. കുറച്ചും കൂടി അങ്ങനെ പോലെ മോളിക്ക് കയറാൻ നോക്കല്ല, അടിക്ക് പോകും. അടിക്കണം. അവിടെ കല്ലുണ്ട്, കല്ലിൻ്റെ അവിടെ നിൽക്കാൻ പറ്റും. ഫോൺ വെച്ചിട്ട് കയറാം. ചെറുതായിട്ട് പെട്ടു. അങ്ങനെ ഫൈനലി മഞ്ഞുണ്ട്. അങ്ങനെ മഞ്ഞിൽ കൂടെ കയറാണ്. സീനാണ് ഗൈസ് ഇവിടെ മൊത്തം. ഗൈസ് അവരാന്നുള്ളെങ്കിൽ പെട്ടുപോയി. അവർ ചെരുപ്പിട്ടിട്ടാന്ന് അറിയത്തില്ലാന്ന് തോന്നുന്നു. അവരാന്നുള്ള അടിയിലായിരുന്നു. അടിയിന്ന് കയറാൻ പറ്റാണ്ട് വീണോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങളുടെ ട്രക്കിംഗ് പോൾസ് കൊടുത്ത് ഞാനും ചാനോടെ പിടിച്ചാണ് കയറ്റിയത്. അവിടെ നിന്ന് തുടങ്ങി. ദാമരുത്തിന് അവിടെ നിന്ന് തുടങ്ങിയത് മേലോട്ട് ഞങ്ങൾ പിടിച്ചടിച്ചാണ് കയറ്റിയത്. അഥവാ ട്രക്കിംഗ് മീൻസ് ഗൈസ് ഇവിടെ കൂടെ വന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോണ ടൈമിൽ അങ്ങനെ സോൺമറിയത്തെ മെയിൻ പോയിന്റിലെത്തി. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റ്, തണുത്ത കാറ്റ്. ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചിട്ടുണ്ട്. സീൻ വെച്ചാൽ രക്ഷയില്ല. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ആ ഭയ്യ कश्मीरी कुलचा, ये बहुत यहाँ का फेमस चीज़ है, ड्राई फ्रूट से बनता है ये, और ये बहुत फेमस चीज़ है यहाँ की। मिक्स करके ड्राई फ्रूट होता है इसमें, और ये खाने से सर्दी नहीं लगती है यहाँ पे। ठंडी में ये बहुत अच्छा चलता है, ये बहुत फेमस। और यहाँ का केसर वाला कहवा वो भी फेमस है यहाँ का। ഞങ്ങപ്പം എന്തായാലും ഒരു വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? ഇത് എന്താ പറയാ, ഒരു തേങ്ങയുടെ ഒക്കെ കാര്യം, തേങ്ങപ്പീരിയുടെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അതന്നെയല്ലേ തോന്നുന്നത്? ഗൈസ് നമ്മളാ പറ്റിച്ചതുകൊണ്ട് തേങ്ങയും പിന്നെന്തൊക്കെയോ ബബിൾക്കും അങ്ങനെ എന്തൊക്കെയോ സാധനം ഉണ്ട്. ഈ തേങ്ങപ്പീരിയാണ് മെയിനായിട്ട്. ഗൈസ് കാശ്മീർ വന്നിട്ട് ഞാൻ മഴ കിട്ടിയില്ലെന്ന് പറയണ്ട, മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടാ? അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ട്? കയ്യൊക്കെ ഇതായി തുടങ്ങി, ഭയങ്കര സീനായിട്ട്. അങ്ങനെ സോൺമർഗ് വെച്ച് നമുക്ക് മൊത്തം മഴ കിട്ടി. അവിടെ എങ്ങനെയൊക്കെയോ ഇറങ്ങിപ്പോന്നു. മൊത്തം നനഞ്ഞു. മൊത്തം നനഞ്ഞാൽ ഫുൾ നനഞ്ഞു. ഷൂ എല്ലാ സാധനം നനഞ്ഞു. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഞാൻ വേറൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം.